എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്, തൊഴിൽ വിധി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ WCPO എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊഴിൽ വിധി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ എക്സാമിനെ പറ്റി അത് മെയിനായിട്ട് പറയുന്നത് കാര്യമായി പരീക്ഷിക്കാതെ CPO പരീക്ഷണം. അതായത് നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള ജൂൺ 8 നടന്ന PSC പരീക്ഷ ഉദ്യോഗാർത്ഥികളെ കാര്യമായി വലച്ചില്ല. ഗണിതത്തിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ലളിതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചോദ്യങ്ങൾ കടന്നു വന്ന പരീക്ഷ ശരാശരിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷ പകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ ഉൾപ്പെട്ടതും പരീക്ഷ അനായാസമാക്കി. തസ്തികയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളും ഭരണഘടനാ ചോദ്യങ്ങളും കാര്യമായി ബുദ്ധിമുട്ടിക്കാതിരുന്ന പരീക്ഷയിൽ സയൻസ് വിഭാഗമാണ് നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നു നിന്നത്. കറണ്ട് അഫയേഴ്സിലും ഏതാനും ചോദ്യങ്ങൾ കടുപ്പമേറിയതായി. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും അപരിചിതമെന്ന് പറയേണ്ടുന്ന ചില ചോദ്യങ്ങളും പല ഉദ്യോഗാർത്ഥികളുടെ സമയം അപഹരിച്ചിട്ടുണ്ടാവും. പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വിധി പറയുന്നത് 48 മുതൽ 56 മുതൽ 48 മുതൽ 56 വരെയാണ് തൊഴിൽ വിധി പറയുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച്. അത്രയൊന്നും ഒരു സാധാരണ തൊഴിൽ വിധി പറയുന്ന കട്ട് ഓഫ് റേഞ്ചിൽ നിന്ന് ഒരു 5-10 മാർക്ക് താനേ കട്ട് ഓഫ് വരത്തുള്ളൂ. സാധാരണ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പം തൊഴിൽ വിധി ഇത്രയും പറയുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 40 പ്രതീക്ഷിക്കുക. 40 മുകളിലുള്ളവരൊക്കെ ഞാൻ ഇന്നലെ ഒരു കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു പോൾ ഇട്ടിരുന്നു. പോളിലും ഏകദേശം ഒരു 40-35% ആൾക്കാർ, കൂടുതൽ പേരും മെജോറിറ്റി ആൾക്കാർ 40-50% ഇടയിലുള്ളവരാണ് നമ്മുടെ പോൾ ചെയ്തത്. അപ്പം ഇന്ന് വൈകിട്ട് പ്രൊവിഷണൽ ആൻസർ കീ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയുടെ വരുമ്പം നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ മാർക്കൂടെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്നത് നമ്മൾ WCPO എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. WCPO എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മളുടെ അതായത് CPO എക്സാമിന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 5 മോഡൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെയൊക്കെ ക്ലാസ്സസ് ഇട്ടിരുന്നു. അപ്പോൾ WCPO കൂട്ടുകാരികൾ എഴുതുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പ്രൈസ്, അതുപോലെ തന്നെ നാരീശക്തി വന്ദൻ അധിനിയം, അതായത് വനിതാ സംവരണ ബില്ല്, അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ്, അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു വിവരങ്ങൾ തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ കറണ്ട് അഫെയർ സീരീസിലുണ്ട്. മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർ സീരീസിൽ നമ്മൾ ISRM അതായത് ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട ക്ലാസ്സസും അതുപോലെ തന്നെ ISR എന്നൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരുന്നു. അപ്പോൾ മാക്സിമം നമ്മുടെ കറണ്ട് അഫെയർ ടോപ്പിക്സിലെ പ്ലേലിസ്റ്റിലെ ക്ലാസ്സസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മെയിനായിട്ടും കാണേണ്ട നോബൽ പ്രൈസ്, അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ല്, അതുപോലെ തന്നെ ISR എന്ന് പറഞ്ഞ് നമ്മൾ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ISRയുടെ മിഷൻസ് അതും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസോടെ ഒന്ന് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇനി നമ്മൾ WCPO എഴുതുന്ന കൂട്ടുകാരികൾക്ക് വേണ്ടി നമ്മൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു റിവിഷൻ പോലെ ഒരു ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പം അതൊന്ന് നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലൊരു മോഡൽ ക്വസ്റ്റ്യൻസും കുറച്ച് റിവിഷൻ ടൈപ്പ് പോലെ നമുക്ക് 2-3 വീഡിയോസ് ചെയ്തിടാം നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളിൽ ബാക്കി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CPO പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. SCRT ബേസ് ചെയ്താണ് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അത് തന്നെയുമല്ല CPO പോലല്ല WCPO സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് WCPO വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ഒരിക്കലും 50 താഴെ കട്ട് ഓഫ് വരത്തില്ല. 60 മുകളിലെ കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതലുള്ളൂ WCPOക്ക് കേട്ടോ. 60 മുകളിലൊക്കെ ചാൻസ് വരാൻ കട്ട് ഓഫ് ചാൻസ് കൂടുതലുള്ളൂ. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഏറ്റവും കുറച്ചാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 55-60 മേളിലൊക്കെ അത്രയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. 50 താഴെ ഒരിക്കലും CPO പോലെ പോകത്തില്ല WCPO. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിരുന്ന് പഠിച്ചാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും WCPO. അതായത് മെയിനായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് മലയാളം നല്ല രീതിയിൽ സ്കോർ ചെയ്ത്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, ഈ 4 കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് സ്കോർ ചെയ്താൽ മതി. ബാക്കി കറണ്ട് അഫെയറും ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സയൻസും അത്യാവശ്യം മാർക്ക് മേടിച്ചാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. 60+ കിട്ടും. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കൊരു 20 18 മാർക്കിലും നേടിയാൽ തന്നെ നല്ല സ്കോർ റേഞ്ചിലോട്ട് പോകും. അപ്പം നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് CPOക്ക് ചോദിച്ചത്. അപ്പം WCPO എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു റിവിഷൻ പോലൊരു ക്ലാസ് ചെയ്തു തരുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. WCPO എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ SCRT ബേസ് ചെയ്ത് ദയവ് ചെയ്ത് SCRT ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ്സസ് നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. മാക്സിമം അതുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കറണ്ട് അഫെയർസിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സും ചെയ്തു തരാം. അപ്പം താങ്ക് യു. ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കുക, SCRT ബേസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ CPA പരീക്ഷയ്ക്കൊക്കെ മാർക്ക് താന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും നിരാശരാവേണ്ട. ഇനി നമുക്ക് LDC, LGS തുടങ്ങിയ നല്ല LDC പോസ്റ്റൊക്കെ നല്ല പോസ്റ്റാണ്, ഓഫീസ് പോസ്റ്റാണ്. അപ്പോൾ LDC പോസ്റ്റൊക്കെ എക്സാം വരുന്നുണ്ട്, നല്ല രീതിയിൽ നിയമനം നടക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. മാർക്ക് കുറഞ്ഞവർ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കറണ്ട് അഫെയറും അതുപോലെ തന്നെ എന്നെ കഴിയുന്ന ക്ലാസ്സസൊക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പം താങ്ക് യു. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. താങ്ക് യു.